Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാനൊരു കൊച്ചു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ദുബായിലും അബുദാബിയിലും ഒന്ന് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക വളരെ ചെറിയൊരു വ്ളോഗാണ്. പറ്റുന്ന പോലെ എടുക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 12-ാം തീയതിയാണ് പോയത്. ഫെബ്രുവരി 12-ാം തീയതി ലണ്ടനിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയുള്ള കൊച്ചു കൊച്ചു വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. That you're gone, I spend my nights all alone here, wishing you were here, sweet atmosphere. The sun is going down and I am getting wild. It's sun are going down, my intentions are mild. അങ്ങനെ നമ്മൾ 7 മണിക്കൂറിന് ശേഷം നമ്മൾ അബുദാബിയിലാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത്. അപ്പോൾ ഇത് അബുദാബി എയർപോർട്ടാണ്. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നമ്മൾ രാത്രിയായിരുന്നു ലാൻഡിങ് ചെയ്തത് അബുദാബിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങളൊന്ന് വീഡിയോ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ പെട്ടെന്നൊന്ന് ഓടിച്ച് കാണിക്കാം. ഇനി ഞങ്ങളുടെ ഫ്ലൈറ്റ് യാത്രേനെ കുറിച്ച് പറയായിരുന്നെങ്കിൽ ഈ 7 മണിക്കൂറും വളരെ നല്ല യാത്രയായിരുന്നു. നമുക്ക് സാധാരണ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ നമുക്ക് ജെർക്കിങ്ങും ടെർബുലൻസും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ദൈവം അനുഗ്രഹിച്ച് വളരെ സ്മൂത്ത് ലാൻഡിങ്ങും സ്മൂത്ത് ടേക്ക് ഓഫ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫ്ലൈറ്റൊക്കെ കൂലിങ്ങി കഴിഞ്ഞാലൊക്കെ ഇച്ചിരി പേടിയൊക്കെ അല്ലേ. ഇതിപ്പോൾ വളരെ സ്മൂത്തായിരുന്നു. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് അബുദാബി. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള മിക്കവരും ഒക്കെ കണ്ടിട്ടുള്ളതൊക്കെയാണ് അബുദാബിയും ദുബായും ഒക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ദുബായിലെ അബുദാബിയിലൊക്കെ നമ്മൾ ട്രാൻസിറ്റൊക്കെ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങുന്നത്. നമ്മളിങ്ങനെ കാണാൻ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ പ്രാവശ്യത്തെ ട്രിപ്പ് ഒരു 9 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദുബായിലും അബുദാബിയിലൊക്കെ ആയിട്ടാണ് സ്റ്റേ ചെയ്തതും പിന്നെ ഒന്ന് പോയി അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാൻ പറ്റിയതും. കുഞ്ഞുങ്ങൾക്കൊക്കെ വെക്കേഷൻ ഈ ഒരു 3-4 ദിവസം വെക്കേഷൻ 3-4 ദിവസത്തെ ക്ലാസ് കളഞ്ഞു എങ്കിൽ പോലും നമുക്കൊരു അവരുടെ വെക്കേഷനും കൂടെ ചേർത്തിട്ടാണ് നമ്മളൊരു 10 ദിവസം എടുത്തത്. അപ്പോൾ നമുക്ക് കാണാം. ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത് കാണുകയാണ്. അപ്പോൾ എനിക്ക് എല്ലാം ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് എൻ്റെ പാരൻസ് ഉണ്ടായിരുന്നു, എൻ്റെ സിസ്റ്ററും ബ്രദറിൻലോയും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളൊരു 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ടൊക്കെ വളരെ സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആരും വീഡിയോ എടുക്കാറുണ്ടായിരുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെടലൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പാട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അന്നത്തെ ഒരു രാത്രിയിലത്തെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഇനി നമ്മൾ പിറ്റേ ദിവസം രാവിലെ നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലോട്ട് പോകുന്ന വീഡിയോ ഞാൻ അവിടുന്ന് ഇവിടുന്നൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് അബുദാബിയിലെത്തി. പിറ്റേ ദിവസമായി. ഞങ്ങൾ പുലർച്ചെ 4 മണിക്കാണ് എത്തിയത്. ഞങ്ങൾ ഇച്ചിരി നേരം ഉറങ്ങിയിട്ട് ഞങ്ങൾ പിന്നെ ഡോൾഫിനേറിയം ഞങ്ങൾ പിന്നെ ദുബായിലോട്ടാണ് പോയത്. നമ്മളിപ്പോൾ അബുദാബിയിലാണ്. നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ദുബായിലോട്ട് പോവാണ്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ അമ്മയാണ്. ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ അനീത്തിയാണ് ഗീതു. പിന്നെ നമ്മുടെ ജേഡപ്പായി ഉണ്ട്, അതെൻ്റെ ഡാഡിയാണ്. പിന്നെ ജോൺസും പിന്നെ എൻ്റെ ബ്രദറിൻലോ എല്ലാവരും കാർ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയേക്കുക. അപ്പോൾ അവർ വരുന്നത് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ആമിക്കുട്ടീനെ എല്ലാവർക്കും അറിയാം. ആമിക്കുട്ടി പിന്നെ അന്ന എന്നാണ് പേര് എൻ്റെ അനീത്തിയുടെ മോളുടെ. അപ്പോൾ അവളും ഉണ്ട്. അപ്പം ഞങ്ങൾ ആദ്യം പോയത് ദുബായ് യാത്ര ഞാൻ മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പം ഞങ്ങളുള്ളത് ഡോൾഫിനേറിയം എന്ന് പറഞ്ഞ ഉള്ള ഒരു സ്ഥലത്ത് ആണ്. ഡോൾഫിനേറിയം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഡോൾഫിൻ്റെ ഷോ ആണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിലാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ പോയ സമയത്ത് റേറ്റൊക്കെ എങ്ങനെയാണ്
എന്നുള്ളത് ഞാൻ കമൻറ്റ് ചെയ്യാം. ഇവൻ ഈ പാർക്കിങ്ങിൽ അങ്ങനെ പോകാനൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അറിയണം എന്നുണ്ടെങ്കിൽ എന്തായാലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിനകത്ത് ഡോൾഫിനേറിയം മാത്രമല്ല, നമുക്കിതിനകത്ത് ബേർഡ് ഷോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ജെയ്ഡൻ, ലിയം, ആമി, വാവ, അത് ഞാനാണ് കേട്ടോ. പിന്നെ നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഡോൾഫിനേറിയം എന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഒരു 4 ഡോൾഫിൻസിൻ്റെ ഷോ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതും മറിയുന്നതും. നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും അത് കാണുമ്പോൾ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇച്ചിരി ചായയും കാപ്പിയൊക്കെ ഒന്ന് കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് പോയതാണ്. അപ്പോൾ അത് ജോൺസാണ്. പിന്നെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് എൻ്റെ ബ്രദർ ഇൻ ലോ ആണ്. പിന്നെ എൻ്റെ ഡാഡിയും ഉണ്ട്. അപ്പോൾ ഇതാണ് ഡോൾഫിനേറിയത്തിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് കയറുകയാണ്. അപ്പം എനിക്ക് ഈ വീഡിയോ ഒക്കെ പിടിക്കാനൊക്കെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. എന്നെ ആരും ഹെൽപ്പ് ചെയ്യാനുമില്ല. ജെയ്ഡനൊന്നും അങ്ങനെ ഇഷ്ടമല്ല അങ്ങനെ പിടിച്ച് നടക്കാനൊന്നും. പിന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും എൻജോയ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് ഉള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ ഡോൾഫിനേറിയം ഇതാണ്. ഇതിനകത്തുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. നമ്മളിതിൻ്റെ ഒരു പൂള് പോലെയുണ്ട്. അതിൻ്റെ ചുറ്റുമാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഇവരിതിനകത്ത് കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ തരും. ഇങ്ങനെയൊക്കെ ചെയ്യണം. നമ്മൾ ബോളോ കാര്യങ്ങളോ ഒന്നും ഈ വെള്ളത്തിലോട്ട് ഇടാൻ പാടില്ല, പിന്നെ വെള്ളം തൊടാൻ പാടില്ല എന്നൊക്കെയുള്ള കുറച്ചൊക്കെ ഇൻസ്ട്രക്ഷൻസ് അവിടെ ഒരാൾ പറയുന്നുണ്ട്. ഒപ്പം അവിടെ ഒരു ടി വിയിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ആദ്യം വരുന്നത് ഡോൾഫിനല്ല, സീലെന്ന് പറഞ്ഞ ഒരു സീലെന്നാണെന്ന് തോന്നുന്നു. അതാണ് ആദ്യം വരുന്നത്. ഒരെണ്ണം വന്ന് എന്തൊക്കെയോ കാണിച്ചു പോകും. അത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഡോൾഫിൻ വന്നു കഴിഞ്ഞിട്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ അത്ഭുതപ്പെടുത്തും കേട്ടോ. അവർ ഏറ്റവും മുകളിലോട്ട് ചാടുന്നതും പിന്നെ റിങ്ങിൽ കൂടെ ചാടുന്നതും ഒക്കെ. അപ്പോൾ ഇത് ശരിക്കും കാണേണ്ടതായിട്ടുള്ളൊരു ഷോ ആണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ തീർച്ചയായിട്ടും എൻജോയ് ചെയ്യും. അപ്പം ഞാനിങ്ങനെ എൻ്റെ കത്തേടി കുറച്ച് നേരം കുറയ്ക്കാം, എന്നിട്ട് നിങ്ങളിതൊന്ന് കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. Can get you off of my mind. Are you still thinking about me all the time? Come through and ask me out tonight. Call me, I'm waiting on the other line. I've been hurt before, lied and cheated on. Don't want this anymore. Now I just want you all night long.
അപ്പോൾ ഇതാ ഇങ്ങനെയായിരുന്നു ഈ ഡോൾഫിൻ ഷോൻ്റെ ഒക്കെ. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. നിങ്ങളും എനിക്കറിയില്ലേ, ചിലപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്രയും ഫീൽ ചെയ്യണമെന്നില്ല, നേരിട്ട് കാണുമ്പോൾ ഇത് വളരെ രസകരമായിട്ട് തോന്നും. നമ്മളിതൊരു സാധാരണ ഒരു മീനല്ലേ, അപ്പം ആ ഒരു മീന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഇവരിങ്ങനെ കാണിക്കുന്ന കൈ കൊണ്ടാണ് ഇവർ ആ ഒരു സിഗ്നലൊക്കെ കൊടുക്കുന്നത് കൈ കൊണ്ടാന്ന് തോന്നുന്നു. കാരണം കൈ കൊണ്ടൊക്കെ എന്തൊക്കെയോ കാണിക്കുന്നത് കാണാം ട്രെയിനേഴ്സ്. അപ്പോൾ അവർ കാണിക്കുന്ന അവരെ കാണിക്കുന്ന ആ മൊമെൻ്റ് തന്നെ ഇവർ വന്ന് ഇവരുടേതായ പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ട് പോകും. അത് വളരെ രസകരമായിരുന്നു. പിന്നെ ഈ ഒരു ഷോ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പൈസ ഒക്കെ കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ ഡോൾഫിൻ്റെ കൂടെ നിന്നും അതിൻ്റെ മേലെ കിടന്നും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമായിരുന്നു. ഞങ്ങളതിന് പോയായിരുന്നു, പക്ഷെ വലിയൊരു ക്യൂ ആയതുകൊണ്ട് പിന്നെ നമ്മളതിന് വേണ്ടി നിന്നില്ല. കാരണം നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ജോൺസിൻ്റെ കോളേജിൽ പഠിച്ചിട്ടുള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ശേഷം. അപ്പോൾ അതൊരു ഹോട്ടലിലാണ് നമ്മൾ വെച്ചിരുന്നത്. അപ്പോൾ അവിടെ എത്തേണ്ടതായതുകൊണ്ട് നമ്മൾ ഇത് ഒത്തിരി നമുക്ക് ക്യൂ നിന്ന് ഈ ഒരു ഡോൾഫിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതിൻ്റെ ഒരു വിഷമം കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ കാണുന്നത് ഡോൾഫിനുകൾ തമ്മിലുള്ള ഡാൻസാണ്. ഈ 4 ഡോൾഫിൻ എന്ന് പറയുന്നത് ഒരു ബ്രദറുണ്ട്, ഒരു സിസ്റ്റർ, പിന്നെ ഒരു അമ്മ, ഒരു മോൻ, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞ പോലെ പറഞ്ഞത് കേട്ടോ. പേരൊക്കെ ഉണ്ട് തന്നെ, പക്ഷെ ഞാൻ ഓർക്കുന്നില്ല, എന്തൊക്കെയോ സിംബ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ അവിടെ ഡാൻസ് കളിക്കുന്നത് അമ്മയും മകനും കൂടിയാണ്. ആദ്യം നമ്മൾ കണ്ടത് ബ്രദറും സിസ്റ്ററും കൂടിയാണ്, അങ്ങനെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ രസമായിരുന്നു അവരുടെ ഡാൻസൊക്കെ. പറഞ്ഞത് ഇങ്ങനെ ഒരുമിച്ച് നിന്ന് ചിറകൊക്കെ കൂട്ടിപ്പിടിച്ച് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇപ്പം കാണിക്കുന്നത് ബ്രദറും സിസ്റ്ററും ആണ് ഇപ്പം ഡാൻസ് കളിക്കുന്നത്. Oh, I knew you would call back. You must be missing me so bad. When you left, you said that I don't deserve you, but I can see that you don't wanna lose what we had. Oh, you're the one that I need. Let's just take it slow and just breathe. Loving someone is not easy, you know, but it makes us feel alive, so we go with the flow. Just love me harder, have no mercy on me, just tell me louder. If you're loving me, just love me harder, have no mercy on me, tell me louder. If you're loving me. അങ്ങനെ ഞങ്ങൾ ഡോൾഫിനേറിയത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇടിച്ചിട്ടായിരുന്നു അവിടെ ഇരുന്ന ജനങ്ങളെല്ലാം ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ പിടിച്ചിങ്ങനെ വളരെ സേഫായിട്ടാണ് നടന്നത്. ഇപ്പം നമ്മൾ പോകുന്നത് ദുബായിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്, ഒരു മോളിലോട്ടാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അവിടെയാണ് ജോൺസിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉള്ളത്. അവരൊരു 16 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവരെല്ലാവരും ഒരുമിച്ച് കാണുന്നതും ഒക്കെ ഉള്ള ഒരു അവരുടെ ഒരു മീറ്റപ്പ് ഉണ്ടായിരുന്നു.
അപ്പോൾ നമ്മളിപ്പോൾ അവിടേക്ക് പോവുകയാണ്. അവർ ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങളൊക്കെ ഇച്ചിരി മാറി അങ്ങ് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ ഇവരുടേതായ രീതിയിൽ വർത്താനൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും ആരും ഉണ്ടായില്ല. പക്ഷെ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, അത് ഞാൻ ഈ ഒരു വീഡിയോയുടെ തൊട്ട് പുറകെ ഇടാം. അപ്പം ഇതിന് ശേഷം ഞങ്ങൾ പിന്നെ തിരിച്ച് അബുദാബിക്ക് പോവാണ് ചെയ്തത്. പിന്നെയും ഞങ്ങൾ ദുബായിലോട്ട് വന്നും പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പല ഭാഗമായിട്ട് ഇടാം. കാരണം ഇത് ഇപ്പം തന്നെ ഇത്രയും ലെങ്തിയാണ്. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും. ഞാൻ ഈ ഡോൾഫിൻ ഷോ എനിക്ക് തോന്നി നമ്മുടെ നാട്ടിലൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ഷോ ആയതുകൊണ്ടാണ് ഞാൻ ഡോൾഫിൻ ഷോ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള യാത്രകളൊക്കെ അടുത്തുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഇഷ്ടമാവും എന്ന് കരുതുന്നു ഞാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസ് കാണുക. അതിനുശേഷം ബാക്കിയുള്ള വീഡിയോ ഞാൻ പറഞ്ഞ പോലെ അടുത്ത സീരീസിൽ ഞാൻ ഇടാം. അപ്പം ശരി, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ. These skies have a different light. Why noise that keeps me up at night?